പണി അതുപോലെ തന്നെ ആൻ്റണി എന്നീ സിനിമകൾക്ക് ശേഷം ജോജു ജോർജിൻ്റെ അടുത്തൊരു ആക്ഷൻ ത്രില്ലർ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോജു ജോർജിനെ ഇഷ്ടമാണ്. അത് അങ്ങേര് അഭിനയിക്കുന്ന സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് 10 കിലോമീറ്റർ താണ്ടി നമ്മൾ സിനിമ കാണാൻ വന്നത്. ഇതിൽ ബാക്കിയുള്ള പടങ്ങളിലുള്ള പോലെ സ്റ്റണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതാണോ മെയിനായിട്ട് അട്രാക്ട് ചെയ്തത്? അങ്ങനെ ഒരു പ്രത്യേക താല്പര്യമാണ്. പുതിയ സ്റ്റണ്ടും ഇതെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങേരോട് കൂടുതൽ താല്പര്യം തോന്നാൻ കാര്യം. പണി ആൻ്റണി പോലുള്ള സ്റ്റണ്ട് പടങ്ങളൊക്കെ വന്നതിന് ശേഷം ജോജു ജോർജിൻ്റെ അടുത്തൊരു സ്റ്റണ്ട് പടമാണല്ലോ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? സ്റ്റണ്ട് പടം എന്നുള്ളതല്ല, ജോജു ജോർജിൻ്റെ പണി ഞാൻ 2 പ്രാവശ്യം കണ്ടു. അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഇടയ്ക്ക് കാണാറുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ല ഡയറക്ഷനാണ്, സൂപ്പർ ഡയറക്ഷനാണ്. പണി ഞാൻ തിയേറ്ററിൽ തന്നെ, ഇവിടെ തിയേറ്ററിൽ 2 പ്രാവശ്യം കണ്ടു. പിന്നെ അതിനകത്ത് എനിക്ക് പണിക്കത് ഇഷ്ടപ്പെടാതെ പോയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊലപാതകങ്ങളുണ്ട്. അത്രയൊന്നും കൊലപാതകം ഇല്ലാതെ തന്നെയൊക്കെ അത് വേണമെങ്കിൽ അതിൻ്റെ പിയായിരുന്നല്ലോ എന്ന് ഓർത്ത്. ഇനി എനിക്ക് ഇഷ്ടമാണ് പണി. അതുകൊണ്ട് തന്നെയാണ് ജോജു ജോർജിൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഫസ്റ്റ് റിലീസിങ് ഞാൻ വന്നത്. പണി ഇഷ്ടപ്പെട്ടു. പണിയുടെ അല്ല, ജോജു ജോർജിനും ഇഷ്ടമാണ്. അല്ലാതെ ഇതിനകത്ത് ഡയറക്ടറിനെ കണ്ടിട്ടോ മറ്റൊന്നുമല്ല. ആക്ഷൻ ഇഷ്ടമാണ്. ജോജു ജോർജിൻ്റെ സിനിമ ഇഷ്ടമാണ്. പണി ഫാർ ബെറ്റർ ആയിരുന്നു. ഇതും അതുപോലെ ഇഷ്ടമാണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഫസ്റ്റ് തന്നെ വരാൻ കാര്യം. എനിക്ക് ആക്ച്വലി ജോജു ജോസഫിൻ്റെ ഫിലിമൊക്കെ അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഷാജി കൈലാസിൻ്റെ ഈ ട്രെയിലർ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ കാണാൻ വന്നതാണ്. ഇനി കണ്ടു കഴിയുമ്പം ഞാൻ പറയാം എങ്ങനെയായിരിക്കും എന്ന്. അല്ല, ഞാൻ വരവ് ജസ്റ്റ് കാണാൻ വന്നതേ ഉള്ളൂ. നോബഡി കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫാമിലി എല്ലാം കണ്ടപ്പോൾ പിന്നെ നമ്മൾ തന്നെ റിവ്യൂ നോക്കിയപ്പോൾ അത്ര നല്ലതല്ല. അപ്പോൾ വരവ് ഒരു പ്രത്യേക ഇതിലായിട്ട് ആരും റിവ്യൂ ഇടാകാതെ ചുമ്മാ ഒരു ഇൻട്രസ്റ്റിൽ പോയി കാണാമെന്ന് വെച്ച് വന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് മറ്റേ ഇവിടെ മാത്രം ഓടിക്കൊണ്ടിരുന്നത് ഫ്യൂരിയസ്, അത് വന്ന് ഇവിടെ തന്നെ ഞാൻ വന്ന് കണ്ടതാണ്. കാരണം കൊച്ചിയിലേ ഉണ്ടായിരുന്നുള്ളൂ. ലക്കിലി ഇവിടെ വന്നപ്പോൾ ഇവിടെ അത് കണ്ടായിരുന്നു. അങ്ങനെ ആക്ഷൻ താല്പര്യമുണ്ട്. പിന്നെ ജോജുവിൻ്റെ ലാസ്റ്റ് കണ്ടത് ആൻ്റണി, കുഴപ്പമില്ലായിരുന്നു. പിന്നെ പൊറിഞ്ചു, മറിയം ജോസ്, അത് രണ്ടും കണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന 2 പേര് ഒന്നിക്കുന്ന ഒരു സിനിമ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി കണ്ടിട്ട് ബാക്കി പറയാം. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ജോജു ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ അതെ, നോക്കാം, ഇനിയും കണ്ടിട്ട് പറയാം ബാക്കി. ജോജു ജോർജ് ഷാജി കൈലാസിൻ്റെ ഈ കൂട്ടുകെട്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓഡിയൻസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രതീക്ഷകൾക്കൊത്ത് സിനിമ ആ ലെവലിൽ ഉണ്ടാവുമെന്ന് നമുക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചറിയാം.